എന്തൊരു ഇറക്കാണ്. എടി നിക്ക് നിക്ക് നിക്ക്, ഈ വീട്ടിലാ? എന്നാ ഞാൻ ഇപ്പൊ വരാം. അവിടെ നിക്കട്ടോ ചേച്ചി. ചേച്ചി ആ ആ പഞ്ചായത്തിൽ നിന്നാ ആ വേസ്റ്റ് എടുത്തേ. കാർഡ് എവിടെ ഇരിക്കണെന്ന് അറിയില്ല. വൈഫ് ഇവിടെ ഇല്ല. അപ്പൊ എവിടെ വെച്ചിരിക്കണെന്ന് അറിയില്ല. QR കോഡ് എവിടെ? ഇവിടെ എവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടിച്ചപ്പോ പോയി തോന്നുന്നു. എന്ത് പരിപാടിയൊക്കെ ആലസ്യമായി സംസാരിക്കണം? എന്തപ്പോ ഞങ്ങള് സ്കാനർ തന്നിട്ടും അല്ലാതെ ഈ കാർഡ് തന്നാൽ നിങ്ങൾ അതിന് റെസിപ്റ്റ് ഒന്നും തരുന്നില്ലല്ലോ. പിന്നെന്താ റെസിപ്റ്റ് ആര് തരായിരിക്കണേ? ഇവിടെ വരുന്ന ആരും തരലില്ല. നിങ്ങൾ ഇതിന്റെ പേരെന്താ? പ്രദീപ്. വീട്ടുപേരെന്താ? വീട്ടൊരു ചോലയില്. നിങ്ങളിത് എല്ലാ പ്രാവശ്യം എഴുതി കൊണ്ടുപോകണ്ടല്ലോ. പിന്നെന്താ ഓർമ്മയില്ലാത്ത? വരുമ്പോ പറയാം. ഞങ്ങളിതിപ്പോ ഈ ഒരു വീട് മാത്രമേ വരുന്നുള്ളൂ. ഈ പഞ്ചായത്തിലെ മൊത്തം വീട് കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ വീട്ടുപേരിങ്ങനെ ഓർമ്മിച്ചേക്കാൻ പറ്റുമോ? എന്തിനാണ് ചൂടാവണത്? കാര്യം പറഞ്ഞതാ. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതില്ല. ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറിയ പിന്നെ അങ്ങനൊക്കെ തന്നെയല്ലേ? ഉത്തരവാദിത്തം പറഞ്ഞ പെയിന്റുകാരോട് പറയാൻ പറ്റില്ലല്ലോ. പറയേണ്ട കാര്യം പറയണല്ലോ. പിന്നെ ഞാൻ നിങ്ങളുടെ പെയിന്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നോക്കിട്ട് ഇവിടെ നിക്കാം. അല്ല, അത് നിങ്ങൾ വരണ ഒട്ടിച്ചാ എന്താ കുഴപ്പം? ഓരോ പ്രശ്നം തന്നെ ഇവിടെ ചെയ്യാനോടെ ഇല്ല. അതിനിടയിലാണ് ചെല് 50 ഉറുപ്പിക എടുത്ത്. പൈസയൊക്കെ തരാം. അതിന്റെ റെസിപ്റ്റ് തരണം. എന്താ നിന്റെ ഒരു മണം? എന്താ മണം? പാൽ കവറൊന്നും കഴുകില്ലേ? മീൻ കവറൊക്കെ അങ്ങനെ തന്നെ കിടക്കണ്ടല്ലോ. മീൻ കവറൊക്കെ കഴുകിട്ട് തന്നെ ഇട്ടിട്ടുണ്ടാവുക. പാൽ കവർ ഉണ്ടാവും. പാലല്ലേ, അല്ലാതെ വേറൊന്നല്ലോ. അത് നാറിനത്. ഞങ്ങള് മനുഷ്യന്മാരാണ്. ഞങ്ങളത് കഴുകി വൃത്തിയാക്കണ്ടേ? പാല് മൊത്തം ഒന്നും അതിലില്ല ചേച്ചിയെ. അതിൽ നിന്ന് കുറച്ച് മൊത്തം എടുക്കണല്ലേ. നമ്മള് പാൽ കവർ, നിങ്ങളെ വീട്ടിലും പാൽ കവർ കൊണ്ടിരുന്നല്ലേ? പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം ഒരു പാൽ കവറിൽ ഒരു തുള്ളി പാലുണ്ടായാൽ മതി. നാളേക്ക് നാളം തുടങ്ങും, മണക്കാൻ തുടങ്ങും. ഞങ്ങളും മനുഷ്യന്മാരാ. കയ്യിലെടുക്കണം. കഴുകിട്ടത് തന്നെയാണ് അത്. എന്ത് കഴുകിട്ടത്? അതിനോട് എന്ത് മണം വരുന്നത്? നിങ്ങളുടെ ചിന്താഗതി ഉണ്ട്. ഞങ്ങൾ ഈ പിന്നെ ഇത് വെറുതെ നടക്കാന്നുള്ളത് ഇത് ശരിയല്ലേട്ടാ. അധികാരത്തിലും ധിക്കാരത്തിലും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങള് പഞ്ചായത്തിലെ ഈ ഹരിത പിന്നല്ലാതെ ഇതിലായാലും പിന്നെ വേസ്റ്റ് ഒന്നുമില്ല. അതിൽ ആ പാൽ കവറിന്റെ മണം ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതിൽ വേസ്റ്റ് ഒന്നുമില്ല. ആ പാൽ കവർ കഴുകി ഉണക്കിയിട്ട് വേണം ഇതിൽ സൂക്ഷിക്കാൻ. അതങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ മണക്കണ്? ഇതിപ്പോ എന്നാ ഇത് ഞങ്ങൾ തന്നെ കഴുകും വേണം. ഞങ്ങൾ തന്നെ ഇതൊക്കെ ആക്കി തരണം. പിന്നെ ഞങ്ങൾക്ക് എടുത്താണ് കത്തിച്ചാ പോരെ? നിങ്ങൾക്ക് 50 ഉറുപ്പിയും തരണം വെച്ചാല് ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് ഒരാൾ ഇവിടെ നിക്കാം. നിങ്ങൾ പഞ്ചായത്ത് അത്ര വലിയ വർത്താനൊന്നും പറയണ്ട. സാധനം വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടോയിക്കോളെ. 50 ഉറുപ്പിയും തരാം. ഇത് അതന്നെ തരേണ്ട കാര്യമൊന്നുമില്ല. എന്നും ഈ 4-5 കുപ്പി ഉണ്ടാവാൻ വേണ്ടിട്ട് 50 ഉറുപ്പിക മാസത്തില്. പിന്നെ ഓരോ കാര്യങ്ങൾ മേടിക്കുന്ന പൈസ ഉണ്ട്. മാസത്തിൽ 50 രൂപ ഇതിന് തേടി തരുന്നത്. നിങ്ങൾ ഉപേക്ഷിക്കാൻ 100 തരാം. പക്ഷെ നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? അതിൽ വേസ്റ്റ് ആണ്, മണാണ്. പിന്നെ മണത്തിന് ഇപ്പൊ പെർഫ്യൂം അടിച്ചിട്ടൊന്നും തരാൻ പറ്റൂല. ഞങ്ങൾ കഴുകി പെർഫ്യൂം അല്ല ആണോ? അല്ലല്ലോ. അവരൊക്കെ കഴുകി വൃത്തിയാക്കി ഞങ്ങളും കഴുകി വൃത്തിയാക്കിയ സാധനം തന്നെ അതിലിട്ടുള്ളത്. മണം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അത് കസ്തൂരി കൊടുന്നതല്ല, പാലും മീനും ഒക്കെ കൊടുന്നാണ്. അപ്പൊ മണം ഉണ്ടാവും. വേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ വേണം. നിങ്ങൾക്ക് ഇപ്പൊ സർക്കാർ ശമ്പളം തരുന്നുണ്ടല്ലോ, വെറുതെ അല്ലല്ലോ. നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടണില്ലേ? ഞാൻ മനുഷ്യൻ തന്നെ. നിങ്ങളാണ് മനുഷ്യനല്ലാത്ത. അവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ പഞ്ചായത്തിന് ആൾക്കാരെ വർക്കി കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇതൊക്കെ ഇസ്തിരി ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് തരലല്ല. വർക്കി എടുക്കേണ്ടത് ചിലപ്പോ വർക്കി എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. ഞങ്ങള് വരാൻ 1 മാസോ 2 മാസം ഒക്കെ പിടിക്കും. ഈ ചിരട്ടയിലുള്ള വെള്ളത്തില് ചിക്കൻ ഗുനിയുടെയും അതിന്റെ ഇതിന്റെ ഒക്കെ കൊതുകൾ വന്ന് പരന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ വന്നിട്ട് ആ സർക്കാർ അതും ചെയ്യേണ്ടി വരും. കൊതുകിനെ ആൾക്കാരാണ് ഈ നാട്ടിന്റെ ശാപം. നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഞാൻ കൊണ്ടുപോകുന്ന കൂടുതൽ വർത്താനം പറയണ്ട. സാധനം എടുത്ത് പോയിക്കോളി. അതിന് പെർഫ്യൂം അടിച്ചു തരാനൊന്നും പറ്റില്ല. വരുമല്ലോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. പഞ്ചായത്തേക്ക് വരല്ലോ, അപ്പൊ കാണാട്ടോ. ആയിക്കോട്ടെ. പഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ സ്ത്രീധനം കിട്ടിയല്ലോ. എന്താ പഞ്ചായത്തിൽ വന്ന എന്താ നടക്കാതിരിക്കുക? സ്ത്രീധനം കിട്ടിയാലോ? നിങ്ങളുടെ അമ്മയുടെ മോളുടെ പഞ്ചായത്ത്. അപ്പൊ പഞ്ചായത്തിൽ വന്ന നടക്കില്ല. പഞ്ചായത്ത് മെമ്പറാ.
ആ ഞാൻ പഞ്ചായത്ത് മെമ്പറല്ല. ഈ വക കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നടത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ അറിയാം. കാണിച്ചു തരാം. ഞങ്ങളെ പോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടേ അത് നിങ്ങളെ വായിലിരിക്കുന്ന കേക്കളല്ല. ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾക്ക് അന്തസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ സ്ഥാനം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളിത് പെറുക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ മാത്രമാണ്, അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി ഒന്നും അല്ല. നിങ്ങൾ പറയണ ഈ പഞ്ചായത്ത് എന്താ ഇവിടെ തേങ്ങ ചെയ്യുള്ളത്? ഇവിടെ എത്ര മഴക്കാലായി ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് ഒരു കൊതുക് മരുന്ന് അടിക്കാൻ ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ല, ഒരു മെമ്പർ ഇവിടെ വന്നു നോക്കിയിട്ടില്ല. ഈ റോഡ് മൂടി സാധനങ്ങളൊക്കെ ഇതിനാള് വരണം. ആള് ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഇവിടെ ആള് വരലുള്ളതാണ്. അതും പഞ്ചായത്ത് ചെയ്യാനുള്ള തന്നെ. നിങ്ങൾ പഞ്ചായത്തിലേക്ക് കണ്ട് വന്നാൽ അത് ചെയ്തു തരില്ല, ഇത് ചെയ്തു തരില്ല. പഞ്ചായത്തിന്റെ മേലിട്ട് കൂടുതൽ വർത്താനം പറയണം. നിങ്ങൾ പഞ്ചായത്തിന്റെ മധുപാട്ടൊന്നും ഇവിടെ പാടണ്ട. ഞാൻ ഒരു പാട്ടും പാടില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് ഞാനൂലിന്റെ പത്തി കണ്ടിട്ട് ഞാൻ പേടിക്കും. ആയിക്കോട്ടെ, ഞാൻ ചേലക്കാണ്ട പോവാൻ നോക്ക്. വീട്ടിൽ കയറി എന്നിട്ട് വർത്താനം പറയാം. പോയിക്കോ പോയിക്കോ. എന്താ വായലാവ് പെണ്ണ്, ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട്. ഇങ്ങോട്ട് വരും. പെണ്ണുങ്ങളായി പോയി, ഇല്ലെങ്കിൽ ഓരോന്ന് പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു. നാശങ്ങള്.